പാർട്ടിയുടെ മുഖമായ ഏറ്റവും ഉന്നത നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയെന്നതിന്റെ പേരിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രധാന CPM നേതാക്കൾ ഊരാക്കുടുക്കിലാണ്. കേസിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പ്രതിയാകുമെന്ന തരത്തിലാണ് കാര്യങ്ങൾ. സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ഒരു MLAയും അടക്കം പ്രതിയായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഗൂഢാലോചന കേസായിരിക്കും CPM നേതാക്കൾക്കെതിരെ ചുമത്തുക എന്നാണ് സൂചന. ആക്രമണത്തിന് പിന്നാലെ ഗൂഢാലോചനയിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ഇത് തെളിയിക്കുന്നതിനായി CPM നേതാക്കളുടെ ഫോൺ കോളുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഫോൺ രേഖകളുടെ പരിശോധനയിൽ ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയാൽ അത് CPMന് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഭീകരമായിരിക്കും. അതോടൊപ്പം കേസിൽ പിണറായി വിജയന്റെ മകൾ T. വീണയുടെ പേരിലുള്ള സ്വത്തുക്കളെക്കുറിച്ച് ED അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. കണ്ണൂർ പിണറായിയിലെ പിണറായി വിജയന്റെ വീട്ടിലെത്തിയ ED സംഘം വീടിന്റെയും സ്ഥലത്തിന്റെയും ചിത്രം എടുത്ത ശേഷമാണ് മടങ്ങിയത്. പ്രധാനമായും 3 പേരുടെ ഫോൺ രേഖകളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയി MLA, C.K. ഹരീന്ദ്രൻ MLA എന്നിവരുടെ ഫോൺ കോളുകളാണ് പരിശോധിക്കുക. മ്യൂസിയം CI R. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല. ഇതിൽ 2 MLAമാരും അഥവാ V. ജോയിയും C.K. ഹരീന്ദ്രനും സംഭവം നടക്കുമ്പോൾ പിണറായിയുടെ വീട്ടുവളപ്പിലുണ്ടായിരുന്നു. ഒപ്പം M.V. ഗോവിന്ദനും. 2 പേർ MLAമാർ ആണ് എന്നത് അന്വേഷണത്തിൽ നിയമതടസ്സം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MLAമാരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. ഇതിനായി പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടും. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമാസക്തരായി അവിടെ എത്തില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അറസ്റ്റിലായ CPM പ്രവർത്തകർക്ക് ആർക്കും EDയോട് വ്യക്തിവിരോധമോ വൈരാഗ്യമോ ഇല്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. നേതാക്കൾ പറയാതെ ഇത്രയും ആളുകൾ സംഘടിച്ചു വരില്ല എന്നും ആക്രമിക്കില്ല എന്നും ED സംഘം നിലപാട് വ്യക്തമാക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇതേ നിലപാടാണ്. ജോർജ് ബ്രിട്ടാസ് MP, V. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം അന്ന് ആക്രമണം നടക്കുന്ന സമയം പിണറായി വിജയന്റെ വീട്ടുവളപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ പറയാതെ ഇത്രയധികം പ്രവർത്തകർ അവിടെ അക്രമാസക്തരായി എങ്ങനെ എത്തിയെന്നാണ് അന്വേഷണ സംഘവും ചോദിക്കുന്നത്. ഈ സാഹചര്യത്തിൽ CPM മുതിർന്ന നേതാക്കളുടെ പങ്ക് തെളിയിക്കാൻ ഫോൺ രേഖകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ MLAമാരുടെ ഫോൺ വിവരങ്ങൾ എടുക്കുന്നതാണ് പ്രതിസന്ധി. മാധ്യമങ്ങളിൽ നിന്നടക്കം ശേഖരിച്ച ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. മെയ് 27-നാണ് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടന്നതും ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതും. അതേസമയം CMRL എക്സാലോജിക് കേസിൽ പ്രതിയായ വീണ തൈക്കണ്ടിയുടെ സ്വത്ത് വിവരം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ പിണറായിയിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ബുധനാഴ്ച ED സംഘം എത്തി. പിണറായി വിജയന്റെ വീടിന്റെയും വീടിനോട് ചേർന്ന സ്ഥലത്തിന്റെയും ചിത്രം പകർത്തിയ ശേഷമാണ് ED സംഘം മടങ്ങിയത്. പരിശോധനയ്ക്കെത്തിയ ED സംഘത്തിനൊപ്പം പാതിരിയോട് വില്ലേജ് ഓഫീസറും കൂടെയുണ്ടായിരുന്നു. പിണറായിയിലെ വീട്ടിൽ നിന്ന് പിന്നീട് ഉദ്യോഗസ്ഥർ പോയത് പിണറായി വില്ലേജിലെ ഇടക്കടവ് പ്രദേശത്തേക്കായിരുന്നു. വീണയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഇവിടെയുള്ളത്. വില്ലേജ് ഓഫീസർ കാണിച്ചു കൊടുത്ത ഈ സ്ഥലത്തിന്റെയും ഫോട്ടോകൾ പകർത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. എന്തിനാണ് പരിശോധന നടത്തിയത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ സ്ഥലങ്ങളുടെയെല്ലാം വിശദാംശങ്ങൾ ED ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി വൈദ്യുതി സബ്സ്റ്റേഷന് സമീപത്തുള്ള സ്ഥലം. ഇത് വീണയുടെ പേരിലുള്ള സ്ഥലമാണെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനിടയിൽ തന്നെ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിലുള്ള മുൻ കൗൺസിലർ IP ബിനു അടക്കം 10 പ്രതികളും ഇനിയും ജയിലിൽ കഴിയേണ്ടി വരും. 10 പേരുടെയും ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അപേക്ഷ മാനിച്ച് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകേണ്ടതില്ല എന്നാണ് കോടതി തീരുമാനിച്ചത്. ദൃശ്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കരുത് എന്നും വിചാരണവേളയിൽ മാത്രമാണ് ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടത് എന്നുമായിരുന്നു പ്രതികളുടെ അഭ്യർത്ഥന. പക്ഷേ സംഭവ സമയത്തെ ദൃശ്യങ്ങൾ പരിഗണിക്കാതെ ജാമ്യം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നതിനാൽ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചു. ഇതേ തുടർന്ന് ജഡ്ജി ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിനുശേഷമാണ് 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറഞ്ഞത്. കൊലവിളിയുമായാണ് ED ഉദ്യോഗസ്ഥരുടെ നേരെ പ്രതികൾ പാഞ്ഞെടുത്തത് എന്ന് കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നും കോടതി പറയുന്നുണ്ട്.
ഈ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രതികളിൽ ചിലരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതുകൂടി ലഭ്യമാകുന്നതോടെ എങ്ങനെയാണ് ആക്രമണത്തിന് ആഹ്വാനമുണ്ടായത് എന്ന് വ്യക്തമാകും. പ്രതികളുടെ ഫോണുകളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ പ്രമുഖരെ കണ്ടെത്താനാകുമെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു. പ്രതികളുമായി യാതൊരു മുൻവിരോധവും ഇല്ലാതിരുന്ന സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പ്രതികളുടെ പ്രവൃത്തി പ്രതിഭാഗം ആരോപിക്കുന്ന തരത്തിൽ ലഘൂകരിച്ച് കാണാൻ കഴിയില്ല എന്നും അക്കാര്യം കോടതിക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകും എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ നിലപാട്. ഇതേ തുടർന്നാണ് കോടതി ദൃശ്യങ്ങൾ പരിശോധിച്ചതും ജാമ്യം നിഷേധിച്ചതും. ഇതിനിടയിൽ കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് വിലയിരുത്തി ചീഫ് ജസ്റ്റിസ് സോമൻസൻ ജസ്റ്റിസ് ശ്യാംകുമാർ VM ഇത് സംബന്ധിച്ച ഹർജി തീർപ്പാക്കി. അന്വേഷണം സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കണ്ണൂർ സ്വദേശിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്.